എന്തുറ്റി പ്രിയ? എന്റെ കാലൊന്ന് ഉളുക്കി. കാണിച്ചേ. എന്റെ അമ്മോ, കാല് പൊക്കി വെച്ചേ. പതുക്കെ പതുക്കെ. അങ്ങനെ. ഇതാ എവിടെയാണോ? അവിടെയാ നല്ല വേദനയുള്ളത്. നീര് വെച്ചു എന്നാ തോന്നുന്നേ. ഇപ്പൊ ആശ്വാസമുണ്ടോ? ഓക്കെ മുകേഷ്, റൂമൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ ഇപ്പോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് തന്നെ നമുക്ക് ഫൈനലൈസ് ചെയ്യാം. ഞാൻ പേപ്പറൊക്കെ റെഡിയാക്കാം. എന്നാ ശരി. പക്ഷേ റെന്റ് വളരെ കൂടുതലാ. അല്പമെങ്കിലും ഒന്ന് കുറയ്ക്കണം. അതുമാത്രമല്ല, ഈ വീട് സിറ്റിയിൽ നിന്ന് ഒരുപാട് അകലെയാ. അത് ശരിയാ, അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഒറ്റയ്ക്കാണല്ലോ താമസിക്കാൻ പോണേ. അതെ. അപ്പോ ഞാൻ 1000 രൂപ കുറയ്ക്കാൻ നോക്കാം. ഓക്കെ അല്ലേ? പക്ഷെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വീട് നന്നായിട്ട് നോക്കണം. എന്തെങ്കിലും നാശനഷ്ടം ഉണ്ടായ അതിന്റെ കാശ് നിങ്ങൾ തന്നേ പറ്റൂ. ഓക്കെ മുകേഷ്, എനിക്ക് മനസ്സിലായി. അതോർത്ത് വിഷമിക്കണ്ട. ഓക്കെ. എന്നാ ശരി മുകേഷ്, നിങ്ങൾ ഒരു കാര്യം ചെയ്യേ. വൈകുന്നേരത്തിനുള്ളിൽ എനിക്ക് വീടൊന്ന് വൃത്തിയാക്കി തരണം. അപ്പോഴേ എനിക്ക് ഇന്ന് രാത്രി തന്നെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, എന്നാ ശരി. നിങ്ങൾ സാധനങ്ങൾ കൊണ്ട് പോയിട്ട് വരൂ. ശരി. പിന്നെ ഞാൻ ഇവിടെ അടുത്താ താമസിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി. ഓക്കെ? ശരി. പിന്നെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കാം. ശരി, താങ്ക് യു. ഓക്കെ. നമസ്കാരം പ്രിയ മാഡം. മുകേഷ്, നിങ്ങളോ? എന്തൊക്കെയുണ്ട്? നന്നായിരിക്കുന്നു. നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? ഒരു കുഴപ്പമില്ല, വളരെ നന്നായിരിക്കുന്നു. പിന്നെ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഈ വീട്ടിലെ ആദ്യത്തെ രാത്രി? ഈ വീട്ടിലെ ആദ്യത്തെ രാത്രി നല്ല രസമായിരുന്നു. പിന്നെ ആ പുറകിലത്തെ മുറിയിലെ ലൈറ്റ് കത്തുന്നുണ്ടായിരുന്നില്ല. അപ്പോ നിങ്ങൾ ആരെങ്കിലും അയച്ച് അതൊന്ന് ശരിയാക്കി തരൂ? തീർച്ചയായിട്ടും. നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. ഓക്കെ, ഞാൻ വൈകുന്നേരത്തോടകം ഇത് റെഡിയാക്കി തരാം. ശരി, പ്ലീസ് ഒന്ന് ശരിയാക്കി തരണം. വേറെ എന്തെങ്കിലും ആവശ്യം വന്നാ ഒന്ന് പറയാൻ പഠിക്കണ്ട. തീർച്ചയായും ഞാൻ പറഞ്ഞോളാം. താങ്ക് യു. ശരി. നമസ്കാരം മാഡം. പറഞ്ഞോളൂ. ആരെ കാണാനാ വന്നത്? നിങ്ങളെ കാണാൻ വന്നതാ. എന്നെ കാണാനോ? അതെ മാഡം. ക്ഷമിക്കണം, എനിക്ക് നിങ്ങളെ മനസ്സിലായില്ല. ആക്ച്വലി ഞാൻ നിങ്ങളുടെ അടുത്ത വീട്ടിൽ താമസിക്കുന്ന ആളാ. മുകേഷ് സാറിന്റെ വീടിന്റെ അടുത്ത്. അത് ശരി. എന്റെ പേര് വിജയ് നാ. ഹായ്, നൈസ് ടു മീറ്റ് യു. നോട്ട് ടു മെൻഷൻ, ഇറ്റ്സ് എ പ്ലഷർ. എനിക്ക് നിങ്ങളോട് ഒരു ക്ഷമ ചോദിക്കാനുണ്ട്. ക്ഷമ ചോദിക്കണമെന്നോ? എന്തിനു വേണ്ടി? എനിക്കൊരു ചെയ്ത്ത സ്വഭാവമുണ്ട്. അത് ഞാൻ കൺട്രോൾ ചെയ്യാൻ നോക്കാം. പക്ഷെ എന്ത് ചെയ്യാനാ? എന്നെ കൊണ്ട് എന്റെ ക്യാമറയെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെന്നേ. ക്യാമറയെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെന്നോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞുതരാം, ഒരു മിനിറ്റ്. ശരി. ഇതാ. ഓ വാവ്, കൊള്ളാം. ഇത് നല്ല അടിപൊളി ഫോട്ടോഗ്രാഫ്സ് ആണല്ലോ. എനിക്ക് തോന്നുന്നത് നിങ്ങളൊരു ഫോട്ടോഗ്രാഫർ ആണെന്നോ? ഞാൻ ഫോട്ടോഗ്രാഫർ ഒന്നുമല്ല, പക്ഷെ ഒരു പാഷനാ. നല്ല മനോഹരമായ ഫോട്ടോഗ്രാഫ്സ് ആണ് കേട്ടോ. താങ്ക് യു. ഇതിനു വേണ്ടിയാ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിച്ചേ. കാരണം നിങ്ങളോട് ചോദിക്കാതെയല്ല ഞാൻ ഫോട്ടോസ് എടുത്ത്. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്ന് ചോദിച്ചേക്കാന്ന് കരുതി. ഒരുപക്ഷെ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഫോട്ടോസ് ഇപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്തേക്കാം. നിങ്ങൾ ചെയ്തത് തെറ്റ് തന്നെയാണ്. എന്റെ പെർമിഷൻ ഇല്ലാതെ എന്റെ ഫോട്ടോഗ്രാഫ്സ് എടുത്തത്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ. പറഞ്ഞോളൂ. അഥവാ നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടാണ് എന്റെ ഈ ഫോട്ടോഗ്രാഫ്സ് എടുത്തിരുന്നതെങ്കിൽ എനിക്ക് ഉറപ്പാണ് എന്റെ ഫോട്ടോ ഇത്രയും നന്നായിട്ട് ഒരിക്കലും വരില്ലായിരുന്നു. തീർച്ചയായും. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് മാപ്പ് തന്നിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഞാൻ വിചാരിച്ചു നിങ്ങൾ എന്നെ വഴക്ക് പറയുകയോ അടിക്കുകയോ എന്തെങ്കിലും ചെയ്യുമെന്ന്. ഇല്ലല്ല, ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു. നിങ്ങൾ ഇങ്ങോട്ടേക്ക് പുതിയതായിട്ട് വന്ന ആൾക്കാരല്ലേ? അതെ. ഇന്നലെ ഞാൻ ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് വന്നേ. നിങ്ങളോട് എന്റെ നിസ്സഹായാവസ്ഥ ഞാൻ എങ്ങനെ പറയും? അതായത് 6 മാസം മുമ്പാണ് എന്റെ ഭർത്താവ് ഈ ലോകം വിട്ടു പോയത്. അദ്ദേഹം പോയതിനു ശേഷം ആ സിറ്റിയിൽ എനിക്കെന്തോ ഒറ്റപ്പെട്ട പോലെ തോന്നി. അതുകൊണ്ടാണ് ഞാൻ തീരുമാനിച്ചത് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തേക്കാന്ന്. ഞാൻ നിങ്ങളുടെ അയൽവക്കക്കാരനല്ലേ? അങ്ങനെയുള്ളപ്പോ എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് ചോദിക്കാം. ഷുവർ, ഞാൻ ചോദിച്ചോളാം. ഓക്കെ, ശരി. എന്നാ കാണാം. നമസ്കാരം. വാവ്, അടിപൊളി. നിങ്ങൾ പറഞ്ഞത് കൊള്ളാട്ടോ. ഞാൻ മുകേഷ് സാറിനോട് പറഞ്ഞതാ പുറകിലത്തെ മുറിയിലെ ലൈറ്റ് കത്തുന്നില്ല എന്ന്.
ആരെങ്കിലും ഒന്ന് വിളിച്ച് അതൊന്ന് ശരിയാക്കി തരണമെന്ന് പറഞ്ഞതാ. പക്ഷെ കണ്ടില്ലേ, ഇത്രയും ദിവസമായിട്ടും ഒന്നും ചെയ്തു തന്നില്ല. ഒരു പ്രശ്നമല്ല മിസ് പ്രിയ, ഞാൻ നിങ്ങളുടെ ഈ ലൈറ്റ് ശരിയാക്കി തരാം. അതിനുശേഷം നിങ്ങൾക്ക് റിലാക്സ് ആയിട്ട് ഈ വീട്ടിൽ കിടന്നുറങ്ങാം. ദേ കണ്ടില്ലേ, കൈ പോലും വെച്ചില്ല, അതിനിടയ്ക്ക് നിങ്ങളുടെ ലൈറ്റ് ഓണായല്ലോ. അതൊരു മാജിക് ആണല്ലോ. വിജയ്, താങ്ക് യു സോ മച്ച്. ഞാൻ കാരണം നിങ്ങൾ കുറെ ബുദ്ധിമുട്ടേണ്ടി വന്നു. വെറും താങ്ക് യു കൊണ്ട് കാര്യം കഴിയില്ല കേട്ടോ. ഇതിന് നിങ്ങൾ എനിക്കൊരു ട്രീറ്റ് തന്നേ പറ്റൂ. എന്നാ ഒന്ന് ചെയ്യേ, എനിക്കൊരു ചൂട് കാപ്പി വേണം, നല്ല സ്ട്രോങ് ആയിട്ട്. അതിനെന്താ, ഞാൻ തരാലോ. ഓക്കെ, ഇപ്പൊ തന്നെ എടുത്തോണ്ട് വരാം. എന്നാ വാ. പ്രിയ മാഡം, പ്രിയ മാഡം, പ്രിയ. ആഹാ, മുകേഷ് സാറേ വരൂ. എന്തൊക്കെയുണ്ട് കാര്യങ്ങൾ? നമസ്കാരം പ്രിയ മാഡം, എന്തൊക്കെയുണ്ട്? ഞാൻ വളരെ നന്നായിരിക്കുന്നു. പറയൂ. സൂപ്പർ ആണല്ലോ, അതായത് വീടൊക്കെ നന്നായിട്ടാണല്ലോ വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഈ വീട്ടിൽ ഞാനല്ലേ താമസിക്കുന്നത്. അടിച്ചുവാരി തുടച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുക. അത് മനസ്സിലാവുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ ഒരു കപ്പ് കോഫി കിട്ടിയിരുന്നെങ്കിൽ പിന്നെ കാര്യങ്ങൾ അടിപൊളിയായി. മുകേഷ് സാറേ, എനിക്ക് നിങ്ങൾക്ക് ഒരു നല്ല കോഫി തരണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാ, ഞാൻ ഇപ്പൊ ഇത്തിരി തിരക്കില്ല. ഞാൻ മാർക്കറ്റിലേക്ക് പോകാൻ ഇറങ്ങിയതാ. പിന്നെ ആയാലോ. എന്നാ ശരി, വരൂ. പുറത്തെ ലൈറ്റ് ഇങ്ങനെ ഓണായി. ഞാൻ ഓഫ് ചെയ്താണല്ലോ. നോക്കട്ടെ. ഞാൻ ഈ ലൈറ്റ്സ് ഒക്കെ ഓഫ് ചെയ്തിട്ടല്ലേ പോയത്. ഇതിപ്പോ ഇങ്ങനെ ഓണായി. See this photograph. കൊള്ളാല്ലേ? Yeah, very nice. ഞാനിത് കാശ്മീരിൽ എടുത്ത ഫോട്ടോയാ. കൊള്ളാമോ? Oh, really? ഇത് എന്റെ സുഹൃത്ത് രാജയാ, അവന്റെ കൂടെ. ഓ, അത് ശരി. This is such an amazing picture. I know that. ഷോ, താൻ എത്ര നല്ലൊരു ഫോട്ടോഗ്രാഫറാ. ഞാനൊരു കാര്യം പറയട്ടെ, തനിക്കിത് പ്രൊഫഷണലി ട്രൈ ചെയ്തൂടെ? 100% തനിക്കിതിൽ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവും. ട്രൈ ചെയ്യാ. ഈ വർഷം ഞാൻ എന്റെ എല്ലാ ഫോട്ടോസും അയച്ചിട്ടുണ്ട്. നോക്കാം, സെലക്ട് ആവുകയാണെങ്കിൽ രക്ഷപ്പെടും. ഉറപ്പായിട്ടും സെലക്ട് ആവും. ഓക്കേ, ശരി. ഞാൻ നിനക്ക് വേണ്ടി എന്റെ കൈകൊണ്ട് തന്നെ അടിപൊളി ചൂടുള്ള ഒരു കാപ്പി ഉണ്ടാക്കാം. എന്തു പറയുന്നു? സ്ട്രോങ് ആയിക്കണം. പിന്നെന്താ? ഓക്കെ, ജസ്റ്റ് ഗിവ് മീ 1 second, I'll be back. ഓക്കെ. എന്തുപറ്റി പ്രിയ? എന്റെ കാലൊന്ന് ഉളുക്കി. കാണിച്ചേ. എന്റെ അമ്മോ, കാല് പൊക്കി വെച്ചേ. പതുക്കെ പതുക്കെ. അങ്ങനെ. ഇതാ ഇവിടെയാണോ? അവിടെയാ നല്ല വേദനയുള്ളത്. നീര് വെച്ചു എന്നാ തോന്നുന്നേ.
ഇപ്പൊ ആശ്വാസമുണ്ടോ? ആ നമസ്കാരം പ്രിയ മാഡം. എന്തൊക്കെയുണ്ട് നമസ്കാരം. വിശേഷം? ഞാൻ നന്നായിരിക്കുന്നു. പറയൂ. അല്ല, നിങ്ങളെ കുറച്ച് ദിവസമായിട്ട് കാണുന്നില്ലായിരുന്നല്ലേ? അതിനിപ്പോ എന്ത് ചെയ്യാനാ മുകേഷ് സാറേ? നിങ്ങളെ പോലെ ഞാൻ ഫ്രീ അല്ലല്ലോ. എനിക്ക് ഒരുപാട് പണിയുണ്ട്. അതുകൊണ്ട് എന്നെ കാണാൻ കിട്ടാത്തത്. അതിരിക്കട്ടെ, റെന്റ് തരേണ്ട സമയമായിട്ടില്ലല്ലോ. അത് ശരിയാ. ഞാൻ റെന്റിന് വേണ്ടി അല്ലല്ലോ വന്നേ. ഞാൻ ദേ ഈ വഴി പോയപ്പോ നിങ്ങളുടെ ക്ഷേമം അന്വേഷിക്കാന്ന് വിചാരിച്ചു വന്നതാ. നിങ്ങൾ ഇവിടെ എല്ലാം ഓക്കെ അല്ലേ? ആരോഗ്യം ഓക്കെ ആ അല്ലേ? അതെ അതെ, എന്റെ ആരോഗ്യത്തിന് ഇപ്പൊ യാതൊരു കുഴപ്പമില്ല. ഹലോ, ഞാൻ സുഖായിരിക്കുന്നു വിജയ്. അതെ അതെ, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട്. നീ വന്നോ. ഓ വിജയ്, അപ്പൊ ഇവിടെയാണ് മാഡം മുടക്കി കിടക്കുന്നത്. വിജയ്, നമുക്ക് കല്യാണം കഴിച്ചാലെന്താ? പ്രിയ, അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത്. ഒരുപക്ഷെ എനിക്ക് എന്റെ ജോലിയൊക്കെ സെറ്റ് ആവുകയാണെങ്കിലേ നമുക്ക് കല്യാണം കഴിക്കാം. ജോലിയൊക്കെ നമുക്ക് പയ്യെ അന്വേഷിച്ചെടുക്കാം വിജയ്. അതുമാത്രമല്ല, എന്റെ ഭർത്താവിന്റെ പെൻഷൻ വരുന്നുണ്ട്. അപ്പോ എനിക്ക് തോന്നുന്നത് നമ്മുടെ രണ്ടുപേരുടെയും ചെലവിന് അത് ധാരാളം മതിയാവുന്ന. താനെന്ത് പറയുന്നു? ആ, പക്ഷേ എനിക്കൊരു ജോലിയുടെ ആവശ്യമുണ്ടല്ലോ. ഒരുപക്ഷെ ഇക്കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് കല്യാണം കഴിക്കാം. എന്തിനാ ധൃതി? ശരിയെന്നാ, അങ്ങനെ ആവട്ടെ. കിച്ചണില് എന്തോ വീണെന്നാ തോന്നുന്നത്. ഏയ്, ഒന്നുമില്ലെന്നേ. അത് വല്ല പൂച്ചയായിരിക്കും. ആ ആ അതായിരിക്കും. അത് കേട്ട് പേടിച്ചു പോയല്ലേ? എൻ്റെ പ്രിയ മാഡം, ഞാൻ നിങ്ങളെ എൻ്റെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുക. പക്ഷെ നിങ്ങളാണെങ്കിൽ, നിങ്ങളുടെ മനസ്സാണെങ്കിൽ വേറെ എവിടെയോ കൊടുത്തിരിക്കുകയല്ലേ. ഈ കണാപ്പം വിജയ് എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. അല്ല, ഇതാര് പ്രിയ മാഡമോ? പ്രിയ മാഡം ഇങ്ങോട്ട്. അത് ശരി, പ്രിയ മാഡം നിങ്ങൾ ഈ വശത്ത് വന്നോ? പ്രിയ മാഡം അല്ല, എവിടെ പോയി? എവിടെ പോയി? ശേ,
നിന്നെ ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും വിജയ്? ഒരു ഒരു വിചിത്ര ശക്തി എന്നെ അന്ന് ബലാത്സംഗം ചെയ്തു. ഞാൻ ഞാൻ അത്ര ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ തമാശ പറയാൻ. എന്നെ ഒന്ന് വിശ്വസിക്ക് വിജയ്. അന്ന് വിചിത്രമായിട്ട് എന്തോ സംഭവിച്ചു. എനിക്കത് ശരിക്കും ഫീൽ ചെയ്തു. റിലാക്സ്. ഇന്ന് രാത്രി ഞാനും നിന്റെ കൂടെ ഇവിടെ നിൽക്കാം, ഓക്കെ? ആ എന്നിട്ട് നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുന്നു. ഓക്കെ, ഡോണ്ട് വറി. ശരി. ഈ സമയത്ത് ആരായിരിക്കും? നിക്ക്, ഞാൻ പോയി നോക്കാം. അല്ല മുകേഷ് സർ, നിങ്ങളോ ഇവിടെയോ? എന്തു പറ്റി? വിജയ്, നിങ്ങൾ ഇവിടെയോ? ഞാൻ ശരിക്കുള്ള അഡ്രസ്സിലല്ലേ വന്നേ? ആ, നിങ്ങൾ ശരിയായ അഡ്രസ്സിൽ തന്നെ വന്നിട്ടുള്ള. എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നോ? വിജയ്, നീ ഒരു കാര്യം മറക്കുന്നു. ഈ വീട് എന്റേതാ. എനിക്ക് എപ്പോൾ തോന്നുമ്പോഴും ഞാനിവിടെ വരും. എന്തേ പ്രിയ മാഡം? അല്ല വിജയ്, ഒരു കാര്യം പറഞ്ഞേ. ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വിധവയുടെ വീട്ടില് പാതിരാത്രിയിൽ ഒരു ചെറുപ്പക്കാരൻ. കാര്യങ്ങൾ അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. നിങ്ങളത് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല മുകേഷ് സർ. ഇത് ഞങ്ങളുടെ പേഴ്സണൽ കാര്യം, അതുകൊണ്ട് നിങ്ങളതിൽ തലയിടാത്ത നല്ലത് നമുക്ക് എല്ലാവർക്കും. നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണെന്ന് പറഞ്ഞില്ലേ വിജയ് സാറേ? അതെനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. പിന്നെ പെണ്ണുങ്ങളെ കറക്കിയടിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ബെസ്റ്റാണല്ലോ. ഇൻഫാക്ട് എനിക്കാണെങ്കിൽ നല്ല ഉറപ്പുമുണ്ട് ഇതിനോടകം നിങ്ങൾ ഇവരെ ഫുള്ളായിട്ട് ഉപയോഗിച്ച് കാണും. മുകേഷ് സർ, ആദ്യം മര്യാദയ്ക്ക് സംസാരിക്കാൻ പഠിക്കണം. അല്ലെങ്കിൽ മര്യാദയ്ക്ക് പെരുമാറണം, മനസ്സിലായോ? ഓർക്കാരോടാ സംസാരിക്കുന്നതെന്ന്. അയ്യോ, ഇതെന്തായി നടക്കുന്നേ? വിജയ്, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഈ വീട്ടില് വിചിത്രമായ ഏതോ ഒരു ശക്തി ഉണ്ടെന്ന്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? അത് ശരി, ഇത് കണ്ടപ്പോഴേ പേടിച്ചു പോയോ? എന്തിനാ ചിരിക്കുന്നത്? ശരി പ്രിയ മാഡം, ഒരു കാര്യം പറഞ്ഞേ. ആ ഭൂതം നിങ്ങളെ ശരിക്കൊന്ന് ഉപയോഗിച്ചു കാണുമല്ലോ. എന്ത് അനാവശ്യമാടാ പറയുന്നത്? അനാവശ്യം അല്ലടാ പറയുന്നേ. പ്രിയ മാഡം, നിങ്ങൾ കറക്റ്റാ പറഞ്ഞേ. ഈ വീട്ടില് ഒരു ആത്മാവുണ്ട്. എന്താ എന്താ നിങ്ങൾക്ക് അറിയണോ അത് ആരുടെ ആത്മാവാണെന്ന്? എന്റെ മരിച്ചുപോയ വഞ്ചകയായ ഭാര്യയുടെ കാമുകന്റെ. നിങ്ങൾ രണ്ടുപേരും കേട്ടത് വളരെ കറക്റ്റാ. എന്റെ വഞ്ചകയായ ഭാര്യ കല്യാണം കഴിച്ചത് എന്നെയാ, പക്ഷെ സ്നേഹിച്ചത് അവൾ ഇവനെയായിരുന്നു. എന്നിട്ട് അവൾ ഈ വീട്ടിൽ തന്നെ അവനെ വാടകയ്ക്ക് വെച്ചു. അപ്പൊ അവൾക്ക് സുഖമായിട്ട് അവൻ്റെ കൂടെ ഇരിക്കാമല്ലോ. അപ്പൊ നിങ്ങൾ തന്നെ പറ, അതെനിക്ക് സഹിക്കാൻ പറ്റുമോ? ഒരു ദിവസം ഞാൻ അവരെ കൈയോടെ പിടിച്ചു.
എന്റെ പാവം ഭാര്യ അവള് നാണക്കേട് കാരണം ആത്മഹത്യ ചെയ്തു. പിന്നെ പിന്നെ അവളുടെ ആ നിരാശകാമുകൻ എന്തു ചെയ്യും? അതുകൊണ്ട് ഞാൻ തന്നെ അവനെ എൻ്റെ ഈ കൈകൾ കൊണ്ട് അവൻ്റെ കഴുത്തി അരിച്ചു കൊന്നു കളഞ്ഞു. എന്നിട്ട് ഇവിടെ തന്നെ കുഴിച്ചിട്ടു. എന്നിട്ട് നിങ്ങൾക്കറിയാമോ ഞാൻ അവനെ എവിടെ കുഴിച്ചിട്ടെന്ന്? നിങ്ങൾ നിൽക്കുന്നതിൻ്റെ തൊട്ട് താഴെയായിട്ട്. പിന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയോ? ഈ വീട്ടിൽ നിനക്ക് മുമ്പ് വേറൊരു പെണ്ണ് താമസിക്കാൻ വന്നിരുന്നു. എന്നിട്ട് എൻ്റെ ഭാര്യയുടെ ആ കാമുകൻ നിന്റെ കൂടെ ചെയ്ത അതേ കാര്യങ്ങൾ തന്നെയാണ് അവൻ അവളുടെ കൂടെ ചെയ്ത്. ഈ കാമെന്ന് പറയുന്നൊരു പ്രത്യേക സാധനമാണ്. ഒരു മനുഷ്യന്റെ ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. ആൻഡ് ഇൻഫാക്ട് മരിച്ചു കഴിഞ്ഞാലും കൂടെ ഒന്നും പോവില്ല. വാ പ്രിയ. അതെ അവിടെ നിന്ന്. വിജയ് തുറന്നേ. പ്രിയ, വിജയ് ഈ വാതിലൊന്ന് തുറന്നേ. വിട് എന്നെ.